ഇനി നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ ഹിറ്റ്സ് റൗണ്ട് ആണ് വരാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ള വളരെ ശാന്തനായിട്ടുള്ള ഒരാളാണ് എത്തുന്നത്. സാരംഗൂട്ടനാണ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ സാരംഗ് ഓൺ സ്റ്റേജ്. എന്തോ ഈ ആവണിക്കുട്ടിയും സാരംഗൂട്ടനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫുൾ ടൈം ചിരി. പക്ഷെ സാരംഗൂട്ടൻ അത്ര പെട്ടെന്ന് ചിരിക്കൂല. വളരെയധികം ഇങ്ങനെ തോന്നിയാൽ മാത്രമേ ഒരു സ്മൈലു, മൃദു സ്മൈലു മാത്രമാണ് സാധാരണ വരിക അല്ലേ? അപ്പൊ മൃദു സ്മേരം. അപ്പൊ എത്ര ചിരിപ്പിച്ചാലും ചിലപ്പോ ചിരിക്കൂല അല്ലേ? പക്ഷെ അതെന്താ നമ്മളെടുത്ത് സംസാരിക്കാത്തെ? അല്ല, നിങ്ങളും പുറത്തിറങ്ങി നോക്കാൻ പറ്റില്ല. ഇവിടെ ഇരുന്നാലും പുറത്തിറങ്ങി പാടിയാലോ? അല്ല, ആ ചിരി കണ്ടാൽ എത്ര ചിരി കണ്ടാലും കൊതി തീരുക അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ ചിരിക്കണം കേട്ടോ എപ്പോഴും. ആ ചിരി വേണം കേട്ടോ. ആ ചിരി വരുമ്പോഴാണ് നമുക്ക് എന്തോ ഒരു സന്തോഷം വരുന്നത് അല്ലേ? സാറവിടേക്ക് പോയിക്കൊണ്ടിരിക്കണേ. എനിക്കറിയാം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. പാട്ടിന്റെ ലൈൻ എത്ര ചിരിച്ചാലും അത് മാത്രമല്ല, വലിയൊരു പ്രത്യേകത ഉണ്ട് ഇപ്പൊ പാടാൻ പോകുന്ന പാട്ടിന്. അത് സിനിമ ഏതാ? കണ്ണൂർ ഡിലക്സ്. ഈ ഫിലിം എന്നുള്ളത് ഒരു പ്രൈം എവിഡൻസ് ആയിരുന്നു ഒരു കേസിന്. നമ്മുടെ KSRTC-യിലെ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, അത് കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനെതിരെയുള്ള ഒരു കേസിൽ ഈ KSRTC എന്നുള്ള പേരിന് വേണ്ടിയിട്ട് അത് ആർക്കാണ് എന്നുള്ളതിന്റെ അത് വിൻ ചെയ്യാനായിട്ടുള്ള മെയിൻ ഒരു പ്രൈം എവിഡൻസ് എന്ന് പറയുന്നത് ഈ സിനിമയാണ്. അപ്പൊ സാറും കൂടാ ബാക്കി ഡീറ്റെയിൽസ്. ലിറിക്സ് ശ്രീകുമാരൻ തമ്പി സാർ, പിന്നെ മ്യൂസിക് ദക്ഷിണമൂർത്തി സാർ, പാടിയത് യേശുദാസ് സാർ, പിന്നെ മൂവി കണ്ണൂർ ഡിലക്സ്, വർഷം 1969. എല്ലാം വളരെ പെട്ടെന്ന്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോനെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എത്ര ചിരിച്ചാലും ചിരി തീരുമോ നിന്റെ ചിത്തിരപ്പൂവിതൾ ചുണ്ടിൽ, എത്ര ചൊരിഞ്ഞാലും കതിർ തീരുമോ നിന്റെ ശില്പമനോഹരമിഴിയിൽ, എത്ര ചിരിച്ചാലും ചിരി തീരുമോ നിന്റെ ചിത്തിരപ്പൂവിതൾ ചുണ്ടിൽ, എത്ര ചൊരിഞ്ഞാലും കതിർ തീരുമോ നിന്റെ ശില്പമനോഹരമിഴിയിൽ. എങ്ങനെ കോരി നിറച്ചു നിൻ കണ്ണിൽ നീ ഇത്ര വലിയ സമുദ്രം, അനുരാഗ സ്വപ്ന നീല സമുദ്രം. എങ്ങനെ കോരി നിറച്ചു നിൻ കണ്ണിൽ നീ ഇത്ര വലിയ സമുദ്രം, അനുരാഗ സ്വപ്ന നീല സമുദ്രം. എങ്ങനെ നുള്ളി വിടർത്തി നിന്നുള്ളിൽ നീ ഇത്ര വലിയ വസന്തം, അനുരാഗ സപ്തവർണ്ണ വസന്തം. എത്ര ചിരിച്ചാലും ചിരി തീരുമോ നിന്റെ ചിത്തിരപ്പൂവിതൾ ചുണ്ടിൽ, എത്ര ചൊരിഞ്ഞാലും കതിർ തീരുമോ നിന്റെ ശില്പമനോഹരമിഴിയിൽ. എന്തിനൻ കണ്ണിൽ തെളിയിച്ചു നീ നിന്റെ ചന്ദ്രസദൃശവദനം,
ഹർഷവദനം മകരന്ദമന്ത്രപുഷ്പവദനം എന്തിനുള്ളിൽ പണിഞ്ഞു നിശബ്ദമേ ഇന്ദ്രലോകസദനം മധുരാഗമന്ത്രവാദ തദനം എത്ര ചിരിച്ചാലും ചിരി തീരുമോ നിന്റെ ചിത്തിരപ്പൂവിതൾ ചുണ്ടിൽ എത്ര ചൊരിഞ്ഞാലും കതിർ തീരുമോ നിന്റെ ശില്പമനോഹരമിഴിയിൽ എത്ര ചിരിച്ചാലും ചിരി തീരുമോ നിന്റെ ചിത്തിരപ്പൂവിതൾ തുണ്ടിൽ. വെരി ഗുഡ് മോനെ. ഈ പാട്ടിലെ തബല, അതിന്റെ നടകൾ ഒക്കെ ഞാനിങ്ങനെ ശ്രദ്ധിക്കായിരുന്നു. രണ്ടുപേരും കൂടെ എത്ര സുഖകരമായിട്ടാണ് അത് വായിക്കുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന പോലില്ല കേട്ടോ. പക്ഷെ സിങ്കാണ്, കംപ്ലീറ്റ് സിങ്കാണ്. അതിങ്ങനെ രണ്ട് ഉസ്താദ്മാരായതുകൊണ്ടാണല്ലേ. ആ അനുപല്ലവിടെ ആ നടന്ന് വായിച്ച് കേൾപ്പിക്കാമോ? ആ ആഹാ. യാ, അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഏറ്റവും അവസാനല്ലേ നന നന നന, അതെങ്ങനെയായത്? അതന്നെ. അതാ, ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് മ്യൂസിക് കമ്പോസേഴ്സ് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇങ്ങനെ വേണം, അങ്ങനെ വേണം എന്നൊക്കെ. അക്കാലത്ത് അങ്ങനെയായിരുന്നു. കൃത്യമായിട്ട് എല്ലാ പാറ്റേൺസും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഇത്ര ബാറ്, ഇത്ര റെസ്റ്റ്, പിന്നെ ഇത്ര ബാറ്, അങ്ങനെ ഓരോ ഇൻസ്ട്രുമെന്റിനും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലെ പാട്ടായതുകൊണ്ട് അത് മിക്കവാറും RK ശേഖർ സാറായിരിക്കും ഇതിന് പിന്നിൽ എന്ന് തോന്നുന്നു. അതുപോലെ ദക്ഷിണാമൂർത്തി സ്വാമിയും ശ്രീകുമാരൻ നമ്പി സാറും കൂടെ കൂടുമ്പോഴത്തേക്കും അത് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആണ്, ഒരു സംശയം. ഇപ്പോൾ വയലാർ ദേവരാം മാസ്റ്റർ എന്ന് പറഞ്ഞ പോലെ അക്കാലത്തിന്റെ ഗ്രേറ്റസ്റ്റ് ആണ് തീർച്ചയായിട്ടും. അപ്പൊ അവരുടെ കൂട്ടായ്മയിലുള്ള ഒരു പാട്ട് പാടാൻ പറ്റിയില്ലേ? അതെ സർ. ഇതൊരു ഭാഗ്യമല്ലേടി? Yes. ആ, അതാണ്. അത് കേൾക്കാൻ നമുക്കും ഭാഗ്യമുണ്ടായി. തീർച്ചയായിട്ടും അല്ലേ? പഴയ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഈ പാട്ട് കേട്ടത് ഏതോ കാലഘട്ടത്തിൽ, മറ്റ് ബി ഞാൻ കൊച്ചായിരിക്കുമ്പോഴത്തേക്കും 70s and 90s എനിക്കൊരു 8-9 വയസ്സുള്ളപ്പോൾ കേട്ടതൊക്കെ ഞാൻ ഓർക്കാണ്. അപ്പൊ ആ കാലത്തിലേക്ക്, ആ കാലത്തിന്റെ മണമുള്ള പാട്ടാണ്. ആ മണം അതുപോലെ തന്നെ ആര് പാടിയപ്പോ കിട്ടി? ഞാൻ പഠിക്കും. ഞാൻ പാടിയപ്പോ കിട്ടി. സംശയമില്ല, അതിനെപ്പറ്റി ഒരു സംശയമില്ല. ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോ ചിരി തീരുമോ നിന്റെ, നിന്റെ എന്നുള്ളത് ഒരു ചെറിയൊരു താമസത്തിലാണ് പാടുന്നത് അല്ലേ? കതിർ തീരുമോ നിന്റെ അനുമ്പേ എത്ര ചിരിച്ചാലും ചിരി തീരുമോ നിന്റെ ആ. ബാക്കി പഠിക്കോ? ചിത്തിരപ്പൂവിതൾ ചുണ്ടിൽ ആ, എത്ര ചൊരിഞ്ഞാലും കതിർ തീരുമോ നിന്റെ ആ നിന്റെ അത് അത് കുറച്ചൊന്ന് ആ താളത്തിൽ കുറച്ചൊന്ന് വലിക്കുന്നുണ്ട്. അത് ഭയങ്കര രസമായിട്ടുണ്ട്. അങ്ങനെയാണത് പാടേണ്ടത്. അതെ അതിന്റെ അതെ അതെ അതെ. മോ നിന്റെ എന്ന് പാടി ഞാൻ തീർന്നു. മോ നിന്റെ അത് വരുമ്പോഴാണ് ആ പാട്ടാവുന്നത്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ സർ. അത് സൂപ്പറാണ്ടേ. ആ. അവിടെ കറക്റ്റ് മാവേല് കറക്റ്റായിട്ട് എറിഞ്ഞ് അവിടെ കൊള്ളുകയും ചെയ്തു കേട്ടോ. അത് കൊള്ളാം. പിന്നെ ചരണത്തിലെ ആദ്യാനുരാഗം എനിക്ക് ഇഷ്ടപ്പെട്ടു, അവസാനത്തെ അനുരാഗം ഇഷ്ടപ്പെട്ടില്ല. അതിന് കാരണം എന്താ? ഒന്നൂടെ പാടിയ അനുരാഗ 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 അല്ലെ? ആ. അനുരാഗ. അനുരാഗ അതിലേതോ ഒരു നോട്ട് കേറി വരുന്നുണ്ട് അനാവശ്യമായിട്ട്. ആ. മധുരാഗ. മധുരാഗ അത് സിമ്പിളാണ്. അത് ഒരുപാട് അത് കോംപ്ലക്സ് ആയിട്ട് വിചാരിക്കണ്ട. പക്ഷെ മധുരാഗ അതാണ്. അങ്ങനെ വരുമ്പോഴാണ് അത് കറക്റ്റ് ആവുന്നത്. ആ. അപ്പൊ നമുക്ക് ചിരി വരും കേട്ടോ. നിന്റെ ചിരി ഒന്നുകൂടെ കാണാനായിട്ട് കൊതിയും വരും കേട്ടോ. അത് സംശയമില്ല. പിന്നെ ചന്ദ്രസദൃശ്യ വദനം, അത് പാടിയപ്പോഴത്തേക്കും കുറച്ചൊരു ഫ്ലാറ്റ് ആയിരുന്നു, സ്വല്പം ഒരു ഇത്തിപ്പോരം.
അതൊന്ന് കറക്റ്റ് ആയിട്ട് പാടിക്കേ. എന്തിനൻ കണ്ണിൽ തെളിയിച്ചു നീ നിന്റെ ചന്ദ്രസദൃശവദനം. ഫ്ലാറ്റ് ആവാനായിട്ടുള്ള ചെറിയൊരു ടെൻഡൻസി ഉണ്ട്. ആ ടെൻഡൻസി നമുക്ക് ഒഴിവാക്കാം. അപ്പൊ കുറച്ചും കൂടെ ചിരിക്കാൻ പറ്റും, പാട്ടിന്റെ ചിരിയോടെ കേൾക്കാൻ പറ്റും. നീ ഈ പാട്ടിന്റെ ആ കാലത്തിന്റെ ഒരു മണം കൊണ്ടുവന്ന് പറഞ്ഞില്ല, ഒരു സുഗന്ധം, അതാണ് ഈ പാട്ടില് ടേക്ക് അവേ. ഇന്നത്തെ ഞാൻ ഈ ടേക്ക് അവേ എന്നുള്ള ഒരുപാട് ഉപയോഗിക്കുന്നുണ്ടല്ലേ. എന്താണ് നമ്മൾ എടുക്കേണ്ടത്, ഇനി എന്ത് കരുതണം, ഈ 3 കാര്യങ്ങൾ നമ്മൾ എടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ടേക്ക് അവേ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ അത് കിട്ടി, അത് നന്നായിരിക്കുന്നു മകനെ കേട്ടോ. അപ്പൊ കുറച്ചുകൂടെ ചിരി വന്നാൽ സന്തോഷമായിരിക്കും കേട്ടോ. ഓക്കെ സാരംകുട്ടാ അസലായിട്ട് പാടി. സ്വാമി പാടുന്ന പോലെ ഒരു ഫീൽ ചെയ്തായിരുന്നു എനിക്ക്. അത് ദാസേട്ടൻ പാടിയ പാട്ടാണ്, പക്ഷെ എന്നാലും സ്വാമിയുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഉണ്ടല്ലോ, അത് ശരിക്കും കൊണ്ടുവന്നു, ഇവിടെ ഉണ്ടായി. നന്നായി പാടിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ MJ അങ്കിളൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് ഒന്നും എനിക്ക് പറയാനില്ല കേട്ടോ. നന്നായിട്ട് പാടി. സ്വാമിയുടെ സംഗീതം എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈൻ സ്റ്റൈൽ, ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു സംഗീത രീതിയാണ്. കച്ചേരിയൊക്കെ ചെയ്യാറുണ്ട്. കച്ചേരി ചെയ്യുമ്പോൾ താളമൊന്നും പിടിക്കാറില്ല ചിലപ്പോ. ഈ പക്കമേളക്കാർക്ക് കൺഫ്യൂഷൻ ആവും താളം, പക്ഷെ കറക്റ്റ് താളമായിരിക്കും. വലിയ കണക്കൊക്കെ, സ്വരത്തിന്റെ കണക്കൊക്കെ പാടിയിട്ട് വന്നിട്ട് അവസാനം ഒരു അടിയടിക്കും. അപ്പോഴാണ് പക്കമേളക്കാർക്ക് മനസ്സിലാവണത്. അപ്പൊ അത്രയ്ക്ക് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സംഗീതജ്ഞനായിരുന്നു. എനിക്ക് വളരെ അടുപ്പായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉഗ്രനായിരുന്നു. ഞാൻ വളരെ റെയർ ആയിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കാം. എന്ന് പറഞ്ഞാൽ ദക്ഷിണാമൂർത്തി സ്വാമി യേശുദാസ് സാറിനെ പാട്ട് പഠിപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ ഇതൊക്കെ പാടുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അത് കേൾക്കാമോ? ആ സുഖമെവിടെ ദുഃഖമെവിടെ, ദുഃഖമെവിടെ സ്വപ്നമരീചിക മാഞ്ഞു കഴിഞ്ഞ, സ്വപ്നമരീചിക മാഞ്ഞു കഴിഞ്ഞ, ആശയവേദി ആശയവേദി നിരാശയവേദി നിരാശയവേദി. മൈ ഗോഡ്, എന്തൊക്കെ മൊമെന്റ്സ് ഉണ്ടാവില്ലേ. അതെ അതെ പാട്ടുകളൊക്കെ, അതിന്റെ റെക്കോർഡിങ്ങും ഒക്കെ അവിടെ പോയി നിക്കാൻ തോന്നുന്നു നമുക്ക്. ഇങ്ങനെ ഒബ്സർവ് ചെയ്യാ, ദൂരെ നിന്നിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി ആ ഒരു വിഷ്വലിന്റെ മനസ്സിലേക്ക് വരിക, സ്വാമി പറഞ്ഞു കൊടുക്കണം ദാസേട്ടൻ പറഞ്ഞു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ശരിക്കും ശരിക്കും. സാരംകൂട്ടാ നല്ല മിടുക്കനായിട്ട് പാടി കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതും ഈ പാട്ടും എന്താ പറയാ, ഞാനും അച്ഛനും കൂടെ ഒരുമിച്ച് പാട്ട് കേൾക്കാറുണ്ട്. ഒരുപാട് പഴയ പാട്ട് ഇങ്ങനെ പ്ലേ ചെയ്യുന്നത് കേൾക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ അച്ഛന് ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകളിൽ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ ഒരു പാട്ട് ഇതാണ്. അപ്പൊ എനിക്ക് ഒരുപാട് മെമ്മറീസ് അച്ഛൻ്റെ കൂടെ ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് മെമ്മറീസ് ഇങ്ങനെ വന്നു. അപ്പൊ എനിക്ക് ആ ഒരു ഫീലിലാണ് ഞാൻ ഈ പാട്ട് കേട്ടത്. അപ്പൊ ഒരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നു സാരംകൂട്ടന്റെ ആ ശബ്ദത്തില് അത് കേൾക്കാൻ വേണ്ടി. എന്താണെന്നറിയില്ല, സാരംകൂട്ടൻ പാടിയപ്പോ ഭയങ്കര എന്താ പറയാ, ഒരു കാംനെസ് ഇല്ലേ, നല്ലൊരു ഒരു ഒരു സമാധാനം, ഒരു പ്രത്യേക അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ആ ഒരു കാംനെസ് കൊണ്ടുവരാന്ന് പറഞ്ഞാല് ചെറിയ കാര്യമല്ല. അതെ, അവന്റെ അത് ഇങ്ങോട്ടേക്ക് വന്നു, എനിക്കത് കിട്ടി. അപ്പൊ ഞാന് അതിങ്ങനെ ആലോചിക്കായിരുന്നു, എനിക്ക് തിരിച്ചെന്റെ വീട്ടിൽ പോയതും അച്ഛന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നതും അങ്ങനത്തെ ഒരുപാട് ഫീലിങ്സ് ഇങ്ങനെ വരികയാണ്. അപ്പൊ അത് സാരംകൂട്ടൻ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയത് കൊണ്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് കേട്ടോ. അപ്പം എപ്പോഴും പറയുന്ന പോലെ ടെക്നിക്കാലിറ്റീസിനെക്കാളും ആ ഒരു ഫീലും അതിൽ വരുന്ന ഭാവവും ഒക്കെയാണ് അതിലത്തെ മെയിൻ ഇമ്പോർട്ടന്റ് കാര്യം എന്നുള്ളതാണ്. അപ്പൊ അതെനിക്ക് എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇത് കേൾക്കുമ്പോ പെട്ടെന്ന് വേറൊരു പാട്ട് ഓർമ്മ വരും അല്ലേ? ഒരു മയിൽ പീലിയായി ഞാൻ ജനിക്കുമെങ്കിൽ നിന്റെ തിരുമുടിക്കുടന്നയിൽ തപസ്സിരിക്കും. ഒരു മയിൽ പീലിയായി ഞാൻ, എന്റെ ആ തുടക്കം അല്ലേ, എത്ര ചിരിച്ചാലും. സാരംകൂട്ടാ ഒന്ന് ചിരിച്ചേ.
ചിരിക്കാനുള്ള മാർക്കാണ് തരുന്നത്. It is 97.5 out of 100. താങ്ക് യു സാർ. അടുത്ത പ്രാവശ്യം നമുക്ക് 100 അടിച്ചിട്ട് ഇതിലും നല്ലൊരു ചിരി ചിരിക്കണം. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ. താങ്ക് യു.